2025 നീറ്റ് എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ട് നീറ്റിൻ്റെ റാങ്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓൾ ഇന്ത്യ വൈസോ സ്റ്റേറ്റ് വൈസോ ഒരു MBBS സീറ്റിന് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ആ അഡ്മിഷൻ ലഭിക്കാനായി ഓൾ ഇന്ത്യ വൈസ് നമുക്കറിയാം എയിംസ്, AFMC, ജിപ്മർ ഇതേപോലുള്ള ക്യാമ്പസുകളും ഇന്ത്യ മുഴുവനുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും ഒരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ പോലും നമ്മൾ ആ ക്യാമ്പസുകളുടെ പ്രയോറിറ്റി അനുസരിച്ച് ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ആ സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് MBBSന് നമ്മുടെ സ്റ്റേറ്റിലെ കേരള സ്റ്റേറ്റിലെ ഗവൺമെൻറ് MBBS മെഡിക്കൽ കോളേജുകളിലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിലും നമുക്കൊരു അഡ്മിഷൻ ലഭിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന കോളേജിൻ്റെ പ്രയോറിറ്റി അനുസരിച്ചാണ്. നമ്മൾ എങ്ങനെയാണ് ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്യേണ്ടത്? അത് ഗവൺമെൻറ് സെക്ടറിലാണെങ്കിലും പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും ഒരു പ്രയോറിറ്റി നാം എങ്ങനെ സെറ്റ് ചെയ്യണം? അത് ഈസി ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു എൻട്രൻസ് കമ്മീഷണർ നമ്മോട് ചോദിക്കുകയാണ് എന്ന് നാം ചിന്തിക്കുക. അങ്ങനെ ഒരു ചോദ്യവും പറച്ചിലും ഒന്നും ഈ കൗൺസിലിങ്ങിലില്ല. നമ്മൾ ഇതെല്ലാം ഓൺലൈനായിട്ടാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് ചോദിക്കുന്നതായിട്ട് നമ്മൾ ചിന്തിക്കുക. ഒരു എൻട്രൻസ് കമ്മീഷണർ നമ്മോട് ചോദിക്കുകയാണ് ഏത് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ട്. നമ്മൾ എൻട്രൻസ് കമ്മീഷണറോട് പറയുകയാണ് എനിക്ക് MBBS പഠിക്കണം. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം ഏത് മെഡിക്കൽ കോളേജിൽ പഠിക്കാനാണ് ആഗ്രഹം? അപ്പോൾ നമ്മൾ ഒരിക്കലും നമുക്ക് അർഹത അനുസരിച്ചിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു കോളേജിൻ്റെ പേരല്ല പറയേണ്ടത്. പകരം ഏറ്റവും നല്ലൊരു മെഡിക്കൽ കോളേജ് തന്നെ നാം പറയണം. നമുക്ക് കിട്ടുമോ ഇല്ലയോ, എൻട്രൻസ് കമ്മീഷണർ തരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജിൻ്റെ പേര് തന്നെ നാം എൻട്രൻസ് കമ്മീഷണറോട് പറയണം. എൻട്രൻസ് കമ്മീഷണർ എത്ര ക്യാമ്പസുകളുടെ പേര് കേൾക്കാനും അദ്ദേഹം തയ്യാറാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഏറ്റവും ബെസ്റ്റ് ചോദിക്കുക. അവിടെ സീറ്റ് ഒഴിവില്ലെങ്കിൽ നമ്മളോട് അടുത്ത ക്യാമ്പസിൻ്റെ പേര് ചോദിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പ്രയോറിറ്റി അനുസരിച്ച് ഏറ്റവും ബെസ്റ്റ് കോളേജുകളുടെ പേരുകളൊക്കെ തന്നെ നമ്മൾ ആദ്യം ചോദിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞു ചോദിക്കില്ല, ആ ചോദിക്കുന്ന രീതിയിൽ പ്രയോറിറ്റി അനുസരിച്ച് ഒരു ലിസ്റ്റ് നാം പ്രിപ്പയർ ചെയ്യണം. ഇതനുസരിച്ചായിരിക്കും എൻട്രൻസ് കമ്മീഷണർക്ക് നമുക്ക് അലോട്ട്മെന്റ് തരുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിലെ ഒരു ഗവൺമെന്റ് സീറ്റോ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിന്റെ സീറ്റുകളോ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം ഗവൺമെന്റ് സീറ്റുകളൊക്കെ സെറ്റ് ചെയ്യുന്നു. നമ്മൾ ഇതിൽ തന്നെ കേരളത്തിലെ ബെസ്റ്റ് ഗവൺമെന്റ് ക്യാമ്പസുകളുടെ ആ പ്രയോറിറ്റി ലിസ്റ്റ് ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലൂടെ അടുത്ത ദിവസം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഗവൺമെൻറ് ക്യാമ്പസുകൾക്ക് ശേഷം നാം കൊടുക്കുന്നത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുടെ ലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ കേരളത്തിലെ 20 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിൽ ഏറ്റവും ബെസ്റ്റായ ക്യാമ്പസുകൾ ഏതാണ്, ഞാൻ എങ്ങനെയാണ് പ്രയോറിറ്റി അനുസരിച്ച് ഓപ്ഷൻ കൊടുക്കേണ്ടത്? ഇങ്ങനെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ കേരളത്തിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ ബെസ്റ്റ് ക്യാമ്പസുകളുടെ ഒരു ലിസ്റ്റാണ് നാം പരിചയപ്പെടാൻ പോകുന്നത്. 2024 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടാം. അതിന് എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിൽ, കീമിൻ്റെ വെബ്സൈറ്റിൽ 2024 അഡ്മിഷൻ MBBS BDS കോഴ്സിൻ്റെ ലാസ്റ്റ് അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കാണുമ്പോൾ ഗവൺമെൻറ് സീറ്റുകൾക്ക് ശേഷം പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ലാസ്റ്റ് തേർഡ് അലോട്ട്മെന്റിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന ക്യാമ്പസുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. എക്സാമ്പിൾ, ഇവിടെ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഇതൊരു സെൽഫ് ഫിനാൻസിങ് ക്യാമ്പസ് ആണ്. സ്റ്റേറ്റ് മെറിറ്റിൽ 2671 റാങ്ക് വന്ന വിദ്യാർത്ഥിക്കാണ് അവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഈഴവ കമ്മ്യൂണിറ്റിയിലോ അവിടെ 2796 വന്ന വിദ്യാർത്ഥിക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷങ്ങളിൽ 2024 അവരുടെ കിട്ടിയ റാങ്കിനെ ബേസ് ചെയ്തിട്ട് അവർ പ്രയോറിറ്റി അനുസരിച്ച് ഏത് ക്യാമ്പസിനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുത്തത് അതിനെ ബേസ് ചെയ്തിട്ട് 20 കോളേജുകളുടെയും ലിസ്റ്റുകൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ലിസ്റ്റ് പറയുന്നത് ഇന്ന ക്യാമ്പസ് ബെസ്റ്റ് എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. പകരം കഴിഞ്ഞ വർഷത്തെ ടോപ്പ് റാങ്കിൽ വന്ന വിദ്യാർത്ഥികൾ റാങ്ക് അനുസരിച്ച് സെലക്ട് ചെയ്ത കോളേജുകളുടെ ഓർഡർ നമ്മളൊന്ന് പറയുന്നു. ഈ ഓർഡർ നമുക്കൊരു പ്രയോറിറ്റി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ എപ്പോഴും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ എൻട്രൻസ് കമ്മീഷണറുടെ സൈറ്റിൽ തന്നെ ഓരോ കോളേജുകളുടെ പേരും വിദ്യാർത്ഥികൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന റാങ്കും
വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന ലാസ്റ്റ് റാങ്കും ഇവിടെ കൃത്യമായിട്ട് എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റിൽ തന്നെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ഇതിനെ ഒന്ന് നമുക്ക് എളുപ്പം മനസ്സിലാക്കാവുന്ന രീതിയിൽ സ്ലൈഡുകളായി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ഇവിടെ കാണാം ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് തൃശൂർ. ടോട്ടൽ 100 MBBS സീറ്റുകളാണ് ഈ ക്യാമ്പസിലുള്ളത്. ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ 2471 വരെ വന്ന വിദ്യാർത്ഥികളാണ് ഈ ജൂബിലി മെഡിക്കൽ മിഷൻ ക്യാമ്പസിലേക്ക് ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് അവിടെ ലഭിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്യാമ്പസിലേക്ക് നമുക്ക് പോയാൽ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തൃശൂർ. ഈ ക്യാമ്പസിന് ടോട്ടൽ 100 സീറ്റുകളാണുള്ളത്. ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ 2671 വരെ വന്ന വിദ്യാർത്ഥികളും ഈഴവ കമ്മ്യൂണിറ്റിയിൽ 2796 വരെ വന്ന വിദ്യാർത്ഥികളും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ 2856 വരെ വന്ന വിദ്യാർത്ഥികളും ലാറ്റിൻ കത്തോലിക്കൽ 3348 വരെ വന്ന വിദ്യാർത്ഥികളും ഇതിനോടൊപ്പം SC കാറ്റഗറിയിൽ 11997 വരെ വന്ന വിദ്യാർത്ഥികൾക്കും ഈ ക്യാമ്പസിൽ അഡ്മിഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇനി 20 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ നാം ഒന്ന് നോക്കുമ്പോൾ ഇതിൽ തന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റിൽ വരുന്ന മെഡിക്കൽ കോളേജുകളുണ്ട്, മുസ്ലിം കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് അണ്ടറിൽ വരുന്ന മെഡിക്കൽ കോളേജുകളുണ്ട്. ഈ രണ്ട് കമ്മ്യൂണിറ്റിക്കും മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ റിസർവേഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത്, നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലേക്ക് നമുക്ക് റിസർവേഷൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ 30% സീറ്റ് ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 30% സീറ്റ് മുസ്ലിം മൈനോറിറ്റി കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളിലേക്കും റിസർവ് ചെയ്തിരിക്കുന്നതിലേക്കും നമുക്കൊരു എലിജിബിലിറ്റി അവിടെ ലഭിക്കും. ഇനി ഇതിനോടൊപ്പം പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നമുക്ക് കേരളത്തിൽ നമുക്കറിയാം ഏകദേശം 8 ലക്ഷം രൂപയാണ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിന്റെ ഒരു വർഷത്തെ ഫീസ് വരുന്നത്. അത് തന്നെ ഗവൺമെന്റ് കോളേജിലാണ് നാം പഠിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ഫീസ് വരുന്നത് 28,000 റുപ്പീസ് മാത്രമാണ്. അപ്പോൾ ഗവൺമെന്റ് ക്യാമ്പസിൽ 28,000 റുപ്പീസ് വരുന്ന സ്ഥാനത്താണ് നമ്മൾ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ 8 lakh റുപ്പീസ് ഫീസ് വരിക. ഇനി അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് എവിടെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നമുക്ക് സൗജന്യമായി പഠിക്കാൻ പറ്റുമോ? സ്കോളർഷിപ്പോടെ പഠിക്കാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. ഇത് സാധിക്കുന്നത് ആർക്കാണ്? പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ OEC കമ്മ്യൂണിറ്റിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പഠനമാണ് അവിടെ ഒരുങ്ങുന്നത്. OEC കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്ങിന്റെ 20 മെഡിക്കൽ കോളേജുകളിലും നമുക്ക് 1 രൂപ പോലും ഫീസ് അടയ്ക്കാതെ 0 ഫീസിൽ പഠിക്കാം. ഇതിനോടൊപ്പം SC ST കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്കും ഈ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ 20 ക്യാമ്പസുകളിലും സൗജന്യ പഠനമാണ് അവരെ കാത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ OEC കമ്മ്യൂണിറ്റിയിലോ SC ST കമ്മ്യൂണിറ്റിയിലോ വരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസുകൾ പ്രയോറിറ്റി അനുസരിച്ച് കൊടുത്തുകൊണ്ട് തന്നെ നാം അർഹതപ്പെട്ട ഒരു സീറ്റ് നേടിയെടുക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ക്യാമ്പസ് നമുക്ക് പരിചയപ്പെടാം. മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജ്, കോലഞ്ചേരി, എറണാകുളം. ടോട്ടൽ സീറ്റ് 100 സീറ്റുകളാണ്. ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ 3153 വരെ വന്ന വിദ്യാർത്ഥികളും ഇതിനോടൊപ്പം ഈഴവ കമ്മ്യൂണിറ്റിയിൽ 3618 വരെ വന്ന വിദ്യാർത്ഥികളും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ 3523 വരെ വന്ന വിദ്യാർത്ഥികളും SC കമ്മ്യൂണിറ്റിയിൽ 13069 വരെ വന്ന വിദ്യാർത്ഥികളും ഈ ക്യാമ്പസ് 3rd ലെവലിൽ ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. 4th ക്യാമ്പസ് നമ്മൾ പരിചയപ്പെട്ടാൽ ഇവിടെ നമുക്ക് കാണാം പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് തിരുവല്ല. ടോട്ടൽ സീറ്റ് 100 സീറ്റുകളാണ്. ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ 3342 വരെ വന്ന വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിൽ പ്രയോറിറ്റി അനുസരിച്ച് ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇനി 5th ക്യാമ്പസായി നമുക്ക് പരിചയപ്പെടുന്നത് MES മെഡിക്കൽ കോളേജ്, പെരിന്തൽമണ്ണ, മലപ്പുറം. ടോട്ടൽ സീറ്റ് 150 സീറ്റുകളുള്ള ക്യാമ്പസാണ് ഇവിടെ. ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ 3409 വരെ വന്ന വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസ് 5th ലെവലിൽ അവര് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈഴവ കമ്മ്യൂണിറ്റിയിൽ 4543 വരെ വന്നവരും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ 3615 വരെ വന്ന വിദ്യാർത്ഥികളും ലാറ്റിൻ കത്തോലിക്ക 10,175 വരെ വന്ന വിദ്യാർത്ഥികളും ഇതിനോടൊപ്പം ധീവര കമ്മ്യൂണിറ്റിയിൽ 8350 വരെ വന്ന വിദ്യാർത്ഥികളും SC കാറ്റഗറിയിൽ 15121 റാങ്ക് വരെ വന്ന വിദ്യാർത്ഥികളും ST കമ്മ്യൂണിറ്റിയിൽ
21,842 വരെ വന്ന വിദ്യാർത്ഥികളും ഈ ക്യാമ്പസിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് മെഡിക്കൽ കോളേജ് നാം പരിചയപ്പെടുന്നത് ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല. ടോട്ടൽ സീറ്റ് 100 സീറ്റുകളാണ്. സ്റ്റേറ്റ് മെറിറ്റിൽ 3,584 വരെ വന്ന വിദ്യാർത്ഥികൾ ഈ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് കൺസിഡർ ചെയ്തിരിക്കുന്നു. ഇവിടെ ഈഴവ കമ്മ്യൂണിറ്റിക്ക് 3,952 വരെ വന്ന വിദ്യാർത്ഥികൾ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ നേടിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാമ്പസ് നമുക്ക് പരിചയപ്പെടാം. ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ്, വെഞ്ഞാറമൂട്, തിരുവനന്തപുരം. ടോട്ടൽ സീറ്റ് 150 സീറ്റുള്ള വലിയ ക്യാമ്പസ് ആണ്. ഈ ക്യാമ്പസിൽ 3,997 വരെ വന്ന സ്റ്റേറ്റ് മെറിറ്റ് സ്റ്റുഡൻസ് ഇവിടെ അഡ്മിഷൻ നേടിയിട്ടുണ്ട്. ഇനി ഇവിടെ EWS കാറ്റഗറിയിൽ 6,990 വരെ വന്ന വിദ്യാർത്ഥികളും ST കാറ്റഗറി 24,018 വന്ന വിദ്യാർത്ഥികളും SC കാറ്റഗറിയിൽ 15,657 വരെ വന്ന വിദ്യാർത്ഥികളും കുടുംബി കാറ്റഗറിയിൽ 21,009 വരെ റാങ്കിൽ വന്ന വിദ്യാർത്ഥികളും ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ 5,216, കുശവൻ കമ്മ്യൂണിറ്റി 10,504, ബാക്ക്വേർഡ് ഹിന്ദു 4,171, വിശ്വകർമ്മ 8,263 വരെ വന്ന വിദ്യാർത്ഥികളും ഈ ക്യാമ്പസിലേക്ക് കഴിഞ്ഞ വർഷം അഡ്മിഷൻ നേടിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാമ്പസ് നമുക്ക് പരിചയപ്പെടാം. ട്രാവൻകൂർ മെഡിക്കൽ കോളേജ്, ഉമയനല്ലൂർ, കൊല്ലം. ടോട്ടൽ സീറ്റ് 150 സീറ്റുകളാണ്. ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ 5,206 വരെ വന്ന വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ട്. അതുപോലെ ഈഴവ കമ്മ്യൂണിറ്റി 5,265, മുസ്ലിം കമ്മ്യൂണിറ്റി 5,395, ST കമ്മ്യൂണിറ്റി 22,791, SC 14,420. ഇങ്ങനെ നമുക്ക് വിദ്യാർത്ഥികൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വന്നപ്പോൾ അഡ്മിഷൻ ലഭിച്ചതായി നമുക്ക് കാണാം. ഇനി 9th ക്യാമ്പസ് ആയിട്ട് നമ്മൾ കാണുന്നത് KMCT മെഡിക്കൽ കോളേജ്, മുക്കം, കോഴിക്കോട്. ടോട്ടൽ സീറ്റ് 250 സീറ്റുകളുള്ള ക്യാമ്പസ് ആണ്. ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ 6,467 വരെ വന്ന വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിൽ അഡ്മിഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് കാണാം ഡോക്ടർ സോമവൽ മെഡിക്കൽ കോളേജ്, CSI മെഡിക്കൽ കോളേജ്, കാരക്കോണം. ടോട്ടൽ സീറ്റ് 150 സീറ്റുകളുള്ള ക്യാമ്പസ് ആണ്. ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ 6,897 വരെ വന്ന വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിൽ കഴിഞ്ഞ വർഷം അഡ്മിഷൻ നേടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുന്ന ക്യാമ്പസ് മലബാർ മെഡിക്കൽ കോളേജ്, കോഴിക്കോട്. ടോട്ടൽ സീറ്റുകൾ 200 സീറ്റുകളുണ്ട്. ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ 5,966 വരെ വന്ന വിദ്യാർത്ഥികളും ഈഴവ കമ്മ്യൂണിറ്റിയിൽ 7,314 വരെ വന്ന വിദ്യാർത്ഥികളും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ 7,032 വരെ വന്ന വിദ്യാർത്ഥികളും ഇതിനോടൊപ്പം EWS കാറ്റഗറിയിൽ 10,226 വരെ വന്ന വിദ്യാർത്ഥികൾക്കുമൊക്കെ ഈ ക്യാമ്പസിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നത് SUT അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസ്, തിരുവനന്തപുരം. ടോട്ടൽ സീറ്റ് 150 സീറ്റുകളുള്ള ക്യാമ്പസ് ആണ്. ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ 7,591 വരെ വന്ന വിദ്യാർത്ഥികളും ഈഴവ കമ്മ്യൂണിറ്റിയിൽ 8,212 വരെ വന്ന വിദ്യാർത്ഥികളും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ 9,719 വരെ വന്ന വിദ്യാർത്ഥികളും ലാറ്റിൻ കത്തോലിക്ക്, ധീവര കമ്മ്യൂണിറ്റി, വിശ്വകർമ്മ, ബാക്ക്വേർഡ് ഹിന്ദു, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, കുശവൻ കമ്മ്യൂണിറ്റി, കുടുംബി കമ്മ്യൂണിറ്റി, SC ST EWS 11,085 വരെ വന്ന വിദ്യാർത്ഥികളും SC കാറ്റഗറിയിൽ 16,536ഉം കുടുംബി 19,000, കുശവൻ 13,000 ഇതേപോലുള്ള റാങ്കിലേക്ക് വന്ന വിദ്യാർത്ഥികൾക്ക് പോലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൽ ഈ ക്യാമ്പസിൽ അഡ്മിഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട്. അസീസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, കൊല്ലം. ടോട്ടൽ സീറ്റ് 100 സീറ്റുകളാണ്. ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ 8,239 വരെ വന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ 8,353ഉം ഈഴവ കമ്മ്യൂണിറ്റി 8,795 വരെ വന്ന വിദ്യാർത്ഥികൾക്കും ഈ ക്യാമ്പസിൽ അഡ്മിഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുന്ന ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, എറണാകുളം. ഈ ക്യാമ്പസിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 8,182 വരെ വന്ന സ്റ്റേറ്റ് മെറിറ്റ് വിദ്യാർത്ഥികൾക്കും ഈഴവ റിസർവേഷൻ അനുസരിച്ച് 9,267ഉം EWS റിസർവേഷനിൽ 14,000ഉം ST 24,000, SC 16,000 റിസർവേഷൻ വന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഈ ക്യാമ്പസിലേക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിലൂടെ അഡ്മിഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുന്ന ക്യാമ്പസ് ആണ് കരുണ മെഡിക്കൽ കോളേജ്, പാലക്കാട്. ടോട്ടൽ സീറ്റ് 100 സീറ്റുകളുണ്ട്. ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ 8,869 വരെ വന്ന വിദ്യാർത്ഥികളും ലാറ്റിൻ കത്തോലിക്ക 12,818 വരെ വന്ന വിദ്യാർത്ഥികളും
ദെൻ SC കമ്മ്യൂണിറ്റിയിൽ 19,040 വരെ വന്ന വിദ്യാർത്ഥികൾക്കുമൊക്കെ അഡ്മിഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുന്ന ക്യാമ്പസ് ആണ് PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പാലക്കാട്. ടോട്ടൽ സീറ്റ് 100 സീറ്റുകളുണ്ട്. ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ 8,311 വരെ വന്ന വിദ്യാർത്ഥികളും, ധീവര കമ്മ്യൂണിറ്റിയിൽ 11,137, ബാക്ക്വേർഡ് ഹിന്ദു 8,576, ഇങ്ങനെ EWS കമ്മ്യൂണിറ്റി 14,000, ST 25, SC 16 വരെ ഒക്കെ വന്ന വിദ്യാർത്ഥികൾക്കുമൊക്കെ ഈ ക്യാമ്പസിൽ അഡ്മിഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് വയനാട്. ടോട്ടൽ സീറ്റ് 150 സീറ്റുകളുണ്ട്. ഇവിടെ സ്റ്റേറ്റ് മെറിറ്റ് 9,183 വരെ വന്ന വിദ്യാർത്ഥികളും, ഈഴവ കമ്മ്യൂണിറ്റി 9,999 വരെ വന്ന വിദ്യാർത്ഥികൾക്കും, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ 10,140 വരെ റാങ്കിൽ വന്ന വിദ്യാർത്ഥികൾക്കുമൊക്കെ ഈ ക്യാമ്പസിൽ അഡ്മിഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇനി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് പത്തനംതിട്ട. ടോട്ടൽ സീറ്റുകൾ 150 സീറ്റുകളുണ്ട്. ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ 9,020 വരെ വന്ന വിദ്യാർത്ഥികളും, ഈഴവ കമ്മ്യൂണിറ്റി 9,647, മുസ്ലിം കമ്മ്യൂണിറ്റി 11,184, ലാറ്റിൻ 9,455, ധീവര കമ്മ്യൂണിറ്റി 10,412, വിശ്വകർമ്മ 10,761, ബാക്ക്വേർഡ് ഹിന്ദു 9,207, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 11,272, SC കമ്മ്യൂണിറ്റി 16,256, ദെൻ ST കമ്മ്യൂണിറ്റി 24,801 വരെ വന്ന വിദ്യാർത്ഥികൾക്ക് ഈ ക്യാമ്പസിൽ അഡ്മിഷൻ നേടാൻ സാധിച്ചു. ദെൻ അൽ ഹസർ മെഡിക്കൽ കോളേജ് തൊടുപുഴ. ടോട്ടൽ സീറ്റുകൾ 150 സീറ്റുകളുണ്ട്. ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ 9,551 വരെ വന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാൻ സാധിച്ചു. ഈ ക്യാമ്പസിൽ തന്നെ ഓരോ കമ്മ്യൂണിറ്റി അനുസരിച്ചും ഇവിടെയും 10,000, 10,000, 11,000, ധീവര കമ്മ്യൂണിറ്റി 10,000, വിശ്വകർമ്മ 12,000, ബാക്ക്വേർഡ് ഹിന്ദു 9,607, ഇതേപോലെയുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം റാങ്കിനനുസരിച്ച് അഡ്മിഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്യാമ്പസ് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാളയാർ. ടോട്ടൽ സീറ്റ് 150 സീറ്റുകളുണ്ട്. ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ 10,095 വരെയും, ഈഴവ കമ്മ്യൂണിറ്റി 10,510 റാങ്ക് വരെ വന്ന വിദ്യാർത്ഥികളും, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ 11,694, ലാറ്റിൻ കത്തോലിക്ക 13,192, ധീവര കമ്മ്യൂണിറ്റി 11,155, വിശ്വകർമ്മ കമ്മ്യൂണിറ്റി 12,587, ബാക്ക്വേർഡ് ഹിന്ദു 10,157, ദെൻ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 10,478, കുശവൻ കമ്മ്യൂണിറ്റി 14,881, കുശവൻ കമ്മ്യൂണിറ്റി 16,722, SC കമ്മ്യൂണിറ്റി 16,710, ST കമ്മ്യൂണിറ്റി 25,701, ദെൻ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ 16,916 വരെ വന്ന വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിനോടൊപ്പം എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ വരുന്ന വിദ്യാർത്ഥികൾക്കും റിസർവേഷൻ കമ്മ്യൂണിറ്റിയിലൂടെ അഡ്മിഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട്. ആ EWS കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവിടെ ഫീസ് സ്കോളർഷിപ്പ് ഉണ്ടോ? ഫീസ് സ്കോളർഷിപ്പുകളൊന്നുമില്ല. SC ST കാറ്റഗറിയിലും അതിനോടൊപ്പം OEC കമ്മ്യൂണിറ്റിയിലും വരുന്ന വിദ്യാർത്ഥികൾക്കാണ് 0 ഫീസിൽ പഠിക്കാനുള്ള അവസരമുള്ളത്. ഇതിനോടൊപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക്, മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ വരുന്നവർക്ക് ആ ക്യാമ്പസുകളിൽ 30% റിസർവേഷൻ സീറ്റുകളും, അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള 30% മൈനോറിറ്റി സീറ്റിലേക്കും നമുക്ക് പ്രത്യേകം അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി ഈ ക്യാമ്പസുകൾ 20 ക്യാമ്പസുകളും ഇനി 20 മെഡിക്കൽ കോളേജുകളും ബെസ്റ്റ് ക്യാമ്പസുകളായി തന്നെ നാം കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഈ ക്യാമ്പസുകളിൽ പോയി ഇപ്പോഴത്തെ കഴിഞ്ഞ വർഷത്തെ നിലവാരമായിരിക്കണം എന്നില്ല ഈ വർഷം, എല്ലാം തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ ചില മാനേജ്മെന്റുകൾ നല്ല ഇംപ്രൂവ്മെന്റുകൾ വന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അലോട്ട്മെന്റ് തുടങ്ങുന്നതിന് മുമ്പായി ഈ ക്യാമ്പസുകളിലൊക്കെ നേരിട്ട് പോയി അവിടുത്തെ വിദ്യാർത്ഥികളോടും അവിടുത്തെ പ്രാക്ടിക്കൽ ഫെസിലിറ്റികളും അവിടുത്തെ ലെക്ചർ അവിടുത്തെ പ്രൊഫസേഴ്സിനോടും ഒക്കെ കണ്ട് ആ ക്യാമ്പസ് ഒന്ന് മനസ്സിലാക്കുന്നത് അടുത്ത 5 വർഷത്തെ നമ്മുടെ ഈ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ MBBS എന്ന് പറഞ്ഞ നമ്മുടെ സ്വപ്നം ഏറ്റവും മികച്ച ക്യാമ്പസിൽ പഠിക്കാൻ തീർച്ചയായും നമ്മെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളിൽ വിദ്യാർത്ഥികൾ ഓപ്റ്റ് ചെയ്ത ക്യാമ്പസുകളാണ് നല്ലത് എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ട കാര്യമില്ല. പകരം ഇതൊന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. അതിനോടൊപ്പം ഇപ്പം നമുക്ക് ആക്സസ് ചെയ്യാൻ കുറച്ചുകൂടെ നല്ലത്, അല്ലെങ്കിൽ ഇപ്പോൾ അതിനേക്കാൾ ഏറ്റവും മികച്ച രീതിയിൽ നിൽക്കുന്നത്, ഇതൊക്കെ
കൃത്യമായി ക്യാമ്പസിൽ തന്നെ പോയി മനസ്സിലാക്കി അവിടുത്തെ വിദ്യാർത്ഥികളോടും ടീച്ചേഴ്സിനോടും പേഷ്യൻ്റ് കപ്പാസിറ്റിയും ഒക്കെ കണ്ട് കൃത്യമായി മനസ്സിലാക്കി വേണം ഒരു ക്യാമ്പസിലേക്ക് അഡ്മിഷൻ നേടാൻ. ഇനി ഇവിടെ നമുക്കറിയാം ഓൾ ഇന്ത്യയുടെ നീറ്റിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് ആണ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് കേരള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ഇനി കേരള റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് കമ്മ്യൂണൽ റിസർവേഷന്റെ റാങ്കുകൾ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഈ 3 റാങ്കുകളും പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ കീമിന്റെ കേരളത്തിലെ റാങ്ക് ലിസ്റ്റ് വന്നാൽ ഉടനെ കുശവൻ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ കുടുംബി കമ്മ്യൂണിറ്റിയിൽ ലാറ്റിൻ കത്തോലിക്ക് കമ്മ്യൂണിറ്റിയിൽ എൻ്റെ റാങ്ക് എത്രയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. റാങ്ക് പബ്ലിഷ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും റിസർവേഷൻ കമ്മ്യൂണിറ്റി വൈസുള്ള റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുക. അതും കൂടെ വന്നു കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഏകദേശം നമ്മുടെ റാങ്കിനെ ബേസ് ചെയ്തിട്ട് ഏത് ക്യാമ്പസിൽ, ഗവൺമെന്റ് ക്യാമ്പസുകളാണോ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ക്യാമ്പസുകളാണോ അഡ്മിഷൻ നേടാൻ സാധ്യത എന്ന് നമുക്കറിയാൻ സാധിക്കും. എങ്കിലും നമ്മുടെ മുൻ വർഷങ്ങളുടെ വിദ്യാർത്ഥികൾ ചൂസ് ചെയ്ത റാങ്കിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് അഡ്മിഷൻ കിട്ടിയ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുകൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ വർഷം ഒരു അഡ്മിഷന് സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കി നാം ചോയ്സ് ഫില്ലിങ്ങിലും ഓപ്ഷൻ രജിസ്ട്രേഷനിലും കൃത്യമായി പങ്കെടുക്കുക. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയില്ല എങ്കിൽ നമ്മുടെ സമയം കളയാതെ 2026 നമ്മുടേതാക്കി മാറ്റാൻ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല ക്യാമ്പസാണ് ആൽഫ അക്കാഡമിയുടെ. കാരണം ധാരാളം കുട്ടികളെ പഠിപ്പിച്ച് അതിൽ അതിമിടുക്കർക്ക് മാത്രം അഡ്മിഷൻ കിട്ടുന്ന സിസ്റ്റം അല്ല, പകരം വളരെ കുറച്ച് കുട്ടികളെ പേഴ്സണൽ അറ്റൻഷനോടെ പഠിപ്പിച്ച് ഏറ്റവും നല്ല വിജയത്തിൽ എത്തിക്കുകയാണ് ആൽഫ അക്കാഡമി. കഴിഞ്ഞ 25 ഇയേഴ്സായി വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല വിജയവും ഏറ്റവും നല്ല പഠനവും പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റത്തിന്റെ പാർട്ടായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും പഠിക്കാം. ആൽഫയുടെ ക്യാമ്പസിലെ റിപ്പീറ്റർ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഇതിനോടൊപ്പം ഓപ്ഷൻ രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങും തുടങ്ങുന്ന സമയത്ത് കൃത്യമായ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ്സുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചോയ്സ് ഫില്ലിംഗ് ടൈമിൽ നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടായാലും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഓൾ ദ ബെസ്റ്റ്.